ഇതപ്പം നമ്മളെ മീൻ കറിക്കില്ല കേട്ടോ. ഉലുവുണ്ട്, വല്യുള്ളിയുണ്ട്, പച്ച മുളകുണ്ട് വഴറ്റിയിട്ട്. ഇനി അതിക്കൊരു ശകലം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. നല്ല കഴുകിയ 2 കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് പറഞ്ഞു കൊടുക്കാം. കിളിമീനാണ് കേട്ടോ കറി. എനിക്ക് അടുക്കളപ്പണി മക്കളെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വെറുപ്പില്ല അടുക്കളപ്പണി ഇട്ടാൽ. അല്ല കേട്ടോ കുട്ടികളെ ഒരു കാര്യം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മീനിക്കില്ല അരവ് ചേർത്ത് കൊടുക്കുക. എന്താ നമ്മൾ അരച്ചിക്കണ അറിയോ? ചകരം തേങ്ങ, വെളുത്തുള്ളി, ചെറുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇതാണ് നമ്മൾ അരച്ചിട്ടില്ല കേട്ടോ. നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതാ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കറി ഒന്ന് കടന്ന് തിളക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ശകലം കല്ലുപ്പിട്ട് കൊടുക്കുക. ഈ കറി ഒന്ന് നല്ല തിളച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കുക. മുത്തുമണികളെ നമ്മളെ കറി നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കിളിമീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അവിടെ കറിയിലിട്ട മീൻ ഞാൻ മാത്രമേ ഉള്ളൂ കൂട്ടുക. അതുകൊണ്ട് നമുക്ക് കുറച്ച് മീൻ ഇട്ട് കൊടുക്കുക. കറിയിൽ മതി. അപ്പം ഇനി കറി നല്ല കടന്ന് വേട്ടെ കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള കിളിമീൻ കറിയാണ് കേട്ടോ. മീനൊന്ന് കടന്ന് വേട്ടെ. 2 തളച്ചാൽ മതി മീൻ. മണികളെ നല്ല കിളിമീൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. തൂമിച്ചൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുത്തുമണികളെ നല്ല പച്ച മുള്ളമീൻ പൊരിച്ചതാണ് കേട്ടോ. അന്ന് നമുക്ക് ഉച്ചക്കത്തെ ഫുഡാണ് ഇതൊക്കെ കേട്ടോ. അപ്പം മുത്തുമണികളെ ഇതുണ്ട് നമ്മളെ സൂപ്പറായിട്ടുള്ള കിളിമീൻ വെള്ളം പറ്റിച്ചതാണ് കേട്ടത്. ടേസ്റ്റായിട്ടുള്ള ഇതുണ്ട ബീട്രൂട്ട് ഉപ്പേരി. ബീട്രൂട്ട് ഉപ്പേരിയാണെന്ന് നമുക്ക് കേട്ടോ. ഉച്ചക്ക്